നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. കൊല്ലപ്പെട്ട ഖാലിസ്ഥാനി നേതാവിന് കനേഡിയൻ പാർലമെന്റിന്റെ ആദരം. ഖാലിസ്ഥാനി വിഘടനവാദി ഹർദീപ് സിംഗ് നിജാറിന്റെ ഒരു വർഷത്തെ ചരമവാർഷികത്തിൽ ചൊവ്വാഴ്ച കനേഡിയൻ പാർലമെന്റ് 1 മിനിറ്റ് മൗനമാചരിച്ചു. 2023 ജൂണിൽ ഇന്ത്യയുടെ ദേശീയ അന്വേഷണ ഏജൻസി 2020 തീവ്രവാദിയായി പ്രഖ്യാപിച്ച നിജാർ സറയിലെ ഒരു ഗുരുദ്വാരയ്ക്ക് പുറത്ത് വെടിയേറ്റ് കൊല്ലപ്പെടുകയായിരുന്നു. ഈ സംഭവം ഇന്ത്യയും കാനഡയും തമ്മിലുള്ള സംഘർഷം വർദ്ധിപ്പിക്കുന്നതിന് കാരണമായിരുന്നു. വിശേഷിച്ചും നിജാറിൻ്റെ കൊലപാതകത്തിൽ ഇന്ത്യൻ ഏജന്റുമാർക്ക് പങ്കുണ്ടെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആരോപിച്ച പശ്ചാത്തലത്തിൽ ഈ വിഷയം അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയിരുന്നു. 41 കോടി കടന്ന് കാനഡയുടെ ജനസംഖ്യ. ഒരു കാലത്ത് മനുഷ്യവാസയോഗ്യമല്ലാത്ത കാലാവസ്ഥയുള്ള നാടെന്ന കളങ്കം പേറിയിരുന്ന കാനഡയുടെ മണ്ണിൽ നിന്ന് ജനസംഖ്യ 2024 ഏപ്രിൽ 1 കൂടി ജനസംഖ്യ 41 കോടി 12,563 എത്തിയതായി സ്റ്റാറ്റിസ്റ്റിക്സ് കാനഡ അറിയിക്കുന്നു. നിർബാധം തുടരുന്ന കുടിയേറ്റം നിയന്ത്രിക്കുമെന്ന പ്രഖ്യാപനം വരും മുന്നേയുള്ള ഔദ്യോഗിക കണക്കുപ്രകാരമാണ് ജനസംഖ്യ 41 കോടി തികഞ്ഞത്. ലൂസിയാനയിലെ സ്കൂളുകളിൽ ഇനി 10 കൽപ്പനകളും. റിപ്പബ്ലിക്കൻ ഗവർണർ ജെഫ് ലാൻഡ്രി ഒപ്പുവെച്ച ബില്ലിന് കീഴിൽ എല്ലാ പബ്ലിക് സ്കൂൾ ക്ലാസ് മുറികളിലും 10 കൽപ്പനകൾ പ്രദർശിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ആദ്യത്തെ സംസ്ഥാനമായി ലൂസിയാന മാറി. കിൻഡർഗാർട്ടൻ മുതൽ സർക്കാർ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന സർവകലാശാലകൾ വരെയുള്ള എല്ലാ പൊതു ക്ലാസ് മുറികളിലും വലിയതും എളുപ്പത്തിൽ വായിക്കാവുന്നതുമായ ഫോണ്ടിൽ 10 കൽപ്പനകളുടെ പോസ്റ്റർ വലുപ്പത്തിലുള്ള ഡിസ്പ്ലേ നിർബന്ധമാക്കിക്കൊണ്ടാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഈ നടപടി കേവലം മതപരമല്ലെന്നും അതിന് ചരിത്രപരമായ പ്രാധാന്യമുണ്ടെന്നും പ്രായോക്താക്കൾ വാദിക്കുന്നുണ്ടെങ്കിലും കോടതിയിൽ ഈ നടപടി ചോദ്യം ചെയ്യപ്പെട്ടേക്കാമെന്നും നിയമവിദഗ്ധർ സംശയം പ്രകടിപ്പിച്ചു. TTC CEO റിക് ലിയറി രാജി പ്രഖ്യാപിച്ചു. വേനൽക്കാലത്തിന്റെ അവസാനത്തോടെ താൻ സ്ഥാനമൊഴിയുകയാണെന്ന് TTC CEO അറിയിച്ചു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് നടന്ന വാർത്താ സമ്മേളനത്തിൽ ട്രാൻസിറ്റ് ഏജൻസി മേധാവി ഇന്ന് രാവിലെ രാജി സമർപ്പിച്ചതായി സ്ഥിരീകരിച്ചു. ഇന്നത്തെ യോഗത്തിൽ രാജി ബോർഡ് അംഗീകരിച്ചു. ഓഗസ്റ്റ് 30 തന്റെ 10 വർഷം നീണ്ട TTC സേവനം അവസാനിക്കുന്നുവെന്നും 61 വയസ്സായ താൻ കൃതാർത്ഥതയോടെയാണ് പടിയിറങ്ങുന്നതെന്നും ലിയറി രാജി സന്ദേശത്തിൽ അറിയിച്ചു. കോപ്പ അമേരിക്കയിൽ അർജന്റീന ഇന്ന് കാനഡയ്ക്കെതിരെ. 47ാമത് കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന കാനഡയെ നേരിടും. അറ്റ്ലാന്റയിലെ മെഴ്സിഡസ് ബെൻസ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം നടക്കുക. ചിലിക്ക് ശേഷം തുടർച്ചയായ 2ാം കപ്പ് മോഹവുമായാണ് അർജന്റീന ഇത്തവണ അമേരിക്കയിലെത്തിയിരിക്കുന്നത്. ലയണൽ മെസ്സി കോപ്പ അമേരിക്ക മത്സരത്തോടെ വിരമിക്കുമെന്ന അഭ്യൂഹം ഉണ്ടെങ്കിലും ഏഞ്ചൽ ഡി മരിയ ഈ ടൂർണമെന്റിന് ശേഷം റിട്ടയർ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. കാനഡയുടെ പ്രതിരോധം തകർക്കാൻ കാനറി പക്ഷികൾക്കാവുമോ? മത്സരം കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ, ബ്രാംപ്ടൺ, ലത മേനോൻ, ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരള കരി ഹൗസ്, മിസിസാഗ, ജോജോ അഗസ്റ്റിൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥാ പ്രകാശ്.